നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ആദ്യത്തെ വാഗ്ദാനമായിരുന്നു അഴിമതി രഹിത ഭരണം. അത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നമ്മളെടുത്ത ധീരമായ തീരുമാനമാണ് കുര്യാക്കോസിന്റെ അറസ്റ്റ്. ബേബി സാറേ, കുര്യാക്കോസ് സാറിന് മന്ത്രിസ്ഥാനം മാത്രമേ പോയിട്ടുള്ളൂ. ഇപ്പോഴും MLA ആണ്, ഞങ്ങളുടെ നേതാവാണ്. കുര്യാക്കോസ് സാർ കൂടെ ഉണ്ടായിരുന്നോണ്ടാ ഇപ്പോഴും നിങ്ങൾ ഈ ഭരണത്തിലിരിക്കുന്നത്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ MLA സ്ഥാനം രാജിവെക്കും. പിന്നെ ഒരൊറ്റ MLA ബലത്തിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. പറയാതെ വയസ്സിയും ഇതൊരുമാതിരി പറയുന്നു വന്ന കുത്തുപോലായിരുന്നു. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഗോപാലകൃഷ്ണ? ഒന്ന് പറഞ്ഞേ. ദാ ഞങ്ങൾ റെയ്ഡിന് വരുന്നു എന്ന് വിജിലൻസ് വിളിച്ചു പറയണമായിരുന്നു. ആ ഒന്ന് ചുമ്മാതിരി ബേബി സാറേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ലോകപരിചയ എക്സ്പീരിയൻസും ഒക്കെ വേണം. ഇത് ഒരുമാതിരി ചില എന്നതാ ഓവർനൈറ്റ് സക്സസുകളൊക്കെ പിടിച്ച് വലിയ വലിയ സ്ഥാനത്തിരുത്തിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. CM, നമ്മളിവിടെ ധാർമ്മികതയും നിയമവും മാത്രം നോക്കിയാൽ പോരാ. രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനം നിലനിൽപ്പാണ്. CMന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അവിവേകം ഉണ്ടായാൽ നമ്മൾ വീണ്ടും പ്രതിപക്ഷത്ത് പോയി ഇരിക്കേണ്ടി വരും. നമ്മളും പ്രതിപക്ഷത്ത് ഇരുന്നിട്ടല്ലേ രാമേന്ദ്ര ഇവിടം വരെ എത്തിയത്. നമ്മളുടെ നിലനിൽപ്പ്, അവനവന്റെ നിലനിൽപ്പ്, അത്രമാത്രം. ബേബി സാറേ, വാക്കുകൾ ഉപയോഗിക്കുന്ന സൂക്ഷിച്ചു വേണം. ഒരു സീനിയർ നേതാവിന് കൊടുക്കേണ്ട മിനിമം ബഹുമാനമുണ്ട്. ഏറ്റവും കൂടുതൽ അവിടെ കാല് മാറിയതാണ് റെക്കോർഡെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തോട് വളരെയധികം ബഹുമാനമുണ്ട്. മനസ്സിലായോ? ബേബിജി സംസാരത്തിൽ കുറച്ചുകൂടെ മാന്യത കാണിക്കണം. കുര്യാക്കോസിനെതിരെ മാത്രമല്ല രാമേന്ദ്രൻ, താങ്കൾക്കെതിരെയും പരാതികളുണ്ട്. MLA കാര്യവട്ടം ശ്രീകുമാർ, MLA ജേക്കബ് ചെത്തിമറ്റം, പ്രതിപക്ഷ MLA P സുഗുണൻ, ഇവരുടെയൊക്കെ പേരിൽ പരാതികളുണ്ട്. ഞാൻ ഏതായാലും അന്വേഷണത്തിന് ഉത്തരവിടാൻ പോവുകയാണ്. തെറ്റുകാരെന്ന് കണ്ടാൽ ഉറപ്പായും നടപടിയുണ്ടാവും. പിന്നെ ലിസ്റ്റ് ഇനിയും നീടാനും സാധ്യതയുണ്ട്. അത് ചീഫ് സെക്രട്ടറി ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. സാധാരണ പതിവുള്ളതല്ലല്ലോ. CM ഒന്ന് മനസ്സിലാക്കണം, നമുക്ക് പാർട്ടിയാണ് വലുത്. താങ്കളുടെ വ്യക്തി താല്പര്യവും ആദർശങ്ങളെക്കാൾ വളരെ മുകളിലാണ് പാർട്ടി. നമ്മുടെ പാർട്ടിയിൽ എത്ര അംഗങ്ങളുണ്ട്? നമ്മുടെ പാർട്ടിയിൽ എത്ര അംഗങ്ങളുണ്ട്? 15 ലക്ഷം. ഞാൻ ഈ 15 ലക്ഷം പേരുടെ മാത്രം മുഖ്യമന്ത്രിയല്ല, കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്. അപ്പോ ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കണം? ഞാനൊരു ഓവർനൈറ്റ് സക്സസ് ആണെന്ന് ചിലരെന്നെ പുകഴ്ത്താറുണ്ട്, ചിലരെന്നെ കളിയാക്കാറുണ്ട്. പക്ഷെ മുക്കാട, കൃത്യം 32 വർഷവും 7 മാസവും എടുത്തു ഞാനൊരു ഓവർനൈറ്റ് സക്സസ് ആകാൻ. നമ്മുടെ രാഷ്ട്രീയ പൈതൃകത്തിനും പാരമ്പര്യത്തിനും കളങ്കം വരുത്തുന്ന ചില ആൾക്കാർ ഈ ഗവൺമെന്റിലുള്ളത് ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം അനുവദിക്കില്ല. CM, ഞങ്ങൾക്കിതേ ഇവിടെയുണ്ട്. താങ്കൾക്ക് ധൈര്യമുണ്ടോ ഞങ്ങൾ മുമ്പ് ഫയൽ ഒപ്പിടാൻ? ധൈര്യമുണ്ടോന്ന്? കാര്യത്തോട് അടുത്തപ്പോൾ കണ്ടില്ലേ കൈ പറയ്ക്കുന്നത്?
എൻ്റെ ഓഫീസ് സാർ 3rd ഫ്ലോറിൽ. സാർ സാർ ഈ ഫയൽസ് ഫോർവേഡ് ചെയ്യണ്ടേ? പറയാം. അവൻ്റെ പണ്ടത്തെ ഹെഡ് ഇഞ്ചുറിയുമായി എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ട്? ഉണ്ടായിരിക്കാം. ഇപ്പം അങ്ങനെ പറയാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ടൈം ഐ സോ ഹിം, അതായത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പയ്യൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിലും കൊണ്ടുവന്ന ദിവസം അന്ന് ചന്ദ്രനുണ്ടായ തലവേദനയും ഇപ്പോഴത്തെ പ്രശ്നവും ഒരുപക്ഷെ റിലേറ്റഡ് ആയിരിക്കാം. ദിവസേന എടുക്കേണ്ട മരുന്ന് ആഴ്ചയിൽ ഒരിക്കലല്ലേ എടുക്കുന്നുള്ളൂ, അതും വേറെ ആരുടെയും ആവശ്യമല്ലേ. നീ ചായ കുടിക്കും. പത്ത് മിനിറ്റ് കഴിഞ്ഞല്ലേ നിനക്ക് സിഗ്നേച്ചർ ഓർമ്മ വന്നത്? ഇറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് ഡ്യൂറേഷൻ. ഇനി ഇത് വീണ്ടും ഉണ്ടാകാൻ പാടില്ല. അതിന് നിന്റെ ഭാഗത്തു നിന്നുള്ള സമഗ്രമായ ഒരു ശ്രദ്ധ കൂടെ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ചെടിയുടെ പേരെന്താ? ഇവനെയൊക്കെ അഡ്വൈസ് ചെയ്യുമ്പോൾ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ വേണം. നിൻ്റെ തിരക്കൊക്കെ എനിക്കറിയാം. കോളേജിൽ പഠിച്ചിരുന്ന പ്രായമൊന്നുമില്ല നിൻ്റെത്. മനസ്സാഗ്രഹിക്കുന്നിടത്ത് ശരീരവും എത്തണം എപ്പോഴും. ചന്ദ്ര, മറ്റുള്ളവർക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും സഹായിക്കാൻ സാധിക്കും. പക്ഷേ സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അത് നാം തന്നെ ശ്രദ്ധിച്ചേ പറ്റും.
ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, 8 മണിക്ക് കൊല്ലത്തെത്തേണ്ടതാ. മോനെ ഇറങ്ങിയോ? ആ ഉറങ്ങി. ചേട്ടന് വിഷമാവാതിരിക്കാൻ ഒന്നുകൂടി വന്നിട്ട് പോകാന്ന് കരുതിയത്. ബേബിച്ചൻ വരാറില്ലേ ഇപ്പൊ ഇബ്രാഹിം കാ? ആ പിന്നെ ഏതാണ്ട് എല്ലാ ദിവസവും വരും. ഇന്നിപ്പോ തങ്ങളുടെ അടുത്ത് ഡോക്ടറെ അടുത്ത് പോണിതു. അത് മോൾ ഹൈസ്കൂളിലായിരുന്നപ്പോൾ ഏട്ടനൊരു ഓർമ്മക്കുറവ് വന്നിരുന്നു. പിന്നെ ഒരിക്കലും വരില്ലെന്നാ കരുതി. ഇന്നിപ്പോൾ രാവിലെ പിന്നെയും കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ നമ്മളൊക്കെ ഇല്ല ഇവിടെ. ഞാനാണെങ്കിൽ അങ്ങ് പോവല്ലേക്കാ. നല്ലൊരു പ്രായത്തിലായിട്ടൊരു കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു സമാധാനം കിട്ടിയേനെ. ഇതിപ്പോ നല്ല കാര്യമായിപ്പോയി. ഈ വിവാഹ ജീവിതം എന്നൊക്കെ പറയാൻ വലിയ പൊല്ലാപ്പാണ് മൂപ്പര് എടുക്കണേ. എന്നാലോ എല്ലാ പ്രശ്നങ്ങളും എടുത്ത് തലയിൽ വെക്കുകയും ചെയ്യും. പദവിയിലിരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരികയായിരിക്കും.